നിങ്ങൾ പഴംപൊരി കഴിച്ച് മടുത്തോ? എങ്കിലും നമുക്കൊരു വെറൈറ്റി ആയിട്ട് നല്ല സ്വീറ്റായിട്ട് നമുക്കൊരു ബനാന കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ? എന്തൊരു ടേസ്റ്റാണെന്നറിയാവോ? ഇനി നമ്മുടെ വീട്ടിലെ പഴമൊക്കെ വാങ്ങിച്ചിട്ട് ബാക്കി ഇതുപോലെ പഴുത്തൊക്കെ പോകുന്ന സമയത്തില്ലേ, നമുക്ക് പഴം വെറുതെ വേസ്റ്റാക്കി കളയണ്ട കേട്ടോ. ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് നല്ല പഴുത്ത പഴമാണേ. നമുക്ക് പഴമൊന്ന് ആദ്യം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാവേ. അതിന് പഴം ഒന്ന് നടുവേ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. നടുവേ എല്ലാ പഴവും നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാവേ. അതിനുശേഷം നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്റ്റീമറോ ഇഡലിത്തട്ടോ എന്തോ ആയിക്കോട്ടെ എടുത്തതിന് ശേഷം നമുക്ക് പഴം ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാവേ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴമൊക്കെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ചില സമയങ്ങളിലൊക്കെ ഏത്തപ്പഴം മുട്ടയൊക്കെ അങ്ങനെയൊക്കെ ആക്കാറില്ലേ, ആ സമയത്ത് ബാക്കിയിരിക്കുന്ന പഴമാണെങ്കിലും നമുക്കിതിന് എടുക്കാം കേട്ടോ. നമുക്കിനി ഇതുപോലൊരു ഇഡലിത്തട്ടിലേക്ക് പഴമെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് ഇത് പഴം വെന്ത് കിട്ടാനായിട്ട് 20 മിനിറ്റ് സമയം വേണേ. അടച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കിയിട്ട് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ, നമ്മുടെ പഴം ഒന്ന് റെഡിയാക്കി കിട്ടുന്നത് വരെ. 20 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ പഴമെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴമായതുകൊണ്ട് 20 മിനിറ്റിൻ്റെ ആവശ്യമില്ല, 10 മിനിറ്റ് കൊണ്ട് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഇച്ചിരി പഴുപ്പ് പറഞ്ഞ പഴമൊക്കെ ആണെങ്കിലാണ് വെന്ത് കിട്ടാൻ ഇച്ചിരി താമസം. ഇനി നമുക്ക് ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാവേ, ഒന്ന് കുറച്ച് ചൂടാറാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇതിൻ്റെ തൊലിയെല്ലാം കൂടി ഒന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുക്കാവേ. ഇനി കുട്ടികൾ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ ആകുമ്പോഴും ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് നമുക്കിതുപോലെ ഉണ്ടാക്കിയിട്ട് ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചതിന് ശേഷം വെക്കുവാണെങ്കിൽ കുട്ടികൾ ഇതൊക്കെ അല്ലേ ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ. ഏത്തപ്പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇതുപോലെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരിഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. നമുക്ക് അത് കാണുമ്പോൾ ഒരു സന്തോഷമാകും. ഏത്തപ്പഴം എത്രയെന്ന് പറഞ്ഞാലും ഹെൽത്ത് തന്നെയാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് വെറുതെ ഇരിക്കുന്ന സമയത്തൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പഴമെല്ലാം ഞാനിവിടെ തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കാവേ. നല്ല പഴുത്ത പഴമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഉടഞ്ഞ് കിട്ടും. അതിനെ അവിടെ മാറിയിരിക്കട്ടെ. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കിയതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാവേ. നെയ്യൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്തിന് നമുക്കിതിലേക്ക് നട്ട്സും കിസ്മിസും ഒന്ന് ചേർത്ത് കൊടുക്കാവേ. ഞാനിവിടെ നട്ട്സും കിസ്മിസും എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാട്ടോ ചേർത്ത് കൊടുക്കുന്നത്, കുട്ടികൾക്ക് കഴിക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഒരുപാട് വലുതായിട്ട് കിടക്കുവാണെങ്കിൽ നമുക്ക് കഴിക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് നല്ലത്. പക്ഷേങ്കിൽ നമ്മുടെ ഈ ഉണക്കമുന്തിരിയൊക്കെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്ന സമയമല്ലേ, നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തിന് ആ ഉണക്കമുന്തിരിയെല്ലാം നല്ല അലിഞ്ഞ് ചേർന്ന് വേറൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ട് കിട്ടും. നമുക്ക് ആ പഴത്തിൻ്റെ കൂടെ അലിഞ്ഞ് ചേർന്നിരിക്കും. അതുകൊണ്ടും കൂടെ അങ്ങനെയും കൂടെ ആകാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിതിലേക്ക് കട്ട് ചെയ്ത് തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്തിന് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാവേ. തേങ്ങയല്ലേ നമ്മുടെ ഇഷ്ടത്തിന് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ചില ആളുകൾക്കാണെങ്കിൽ തേങ്ങ ഒത്തിരി കടിക്കുന്ന ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് തേങ്ങ അത്ര കടിക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ അവനവൻ്റെ ഇഷ്ടം. ഞാനിവിടെ എന്തായാലും ഒരു ചെറിയൊരു ബൗളിൽ ഒരു തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് നെയ്യിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാരയാട്ടോ. ഞാൻ ആ പഞ്ചസാരയിലേക്ക് വരുന്നുള്ള ഉപ്പും 2 ഏലക്കയും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനിയിപ്പം ഒന്ന് പൊടിച്ച് അങ്ങനെ ചെറുതായിട്ട്, വലുതായിട്ടല്ല ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. നമുക്ക് ആ ഏലക്കയുടെ ഫ്ലേവറൊക്കെ പെട്ടെന്ന് നന്നായിട്ട് എടുത്തെറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പഞ്ചസാരയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുത്തി ഉടച്ച് വെച്ചിരിക്കുന്ന പഴമില്ലേ, ഏത്തപ്പഴം, അതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതും ഈ തേങ്ങാപ്പീരയും പഞ്ചസാര എല്ലാം കൂടെ ഈ പഴത്തിലേക്ക് ആകത്തക്ക വിധം നമുക്ക് പിന്നെയും ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇങ്ങനെ തന്നെ ഈ തേങ്ങാപ്പീരയും ഏത്തപ്പഴവും പഞ്ചസാരയൊക്കെ ഇട്ട് ഇങ്ങനെ തന്നെ നമുക്ക് നെയ്യിൽ വാട്ടിയെടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പം നമ്മൾ എന്ത് ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്കിനി ഇതൊരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് നമ്മൾ കട്ട്ലേറ്റാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നതേ ഉള്ളൂ. എങ്ങനെ കൊടുത്താലും നമുക്ക് ഹെൽത്ത് തന്നെയാണ്. ഇനി നമുക്ക് ഇത്രയും മതിയാവും. ഇതിൻ്റെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാതെ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് നല്ല പഴുത്ത പഴം എടുത്തേക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാടിട്ട് കുഴയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതൊന്ന് കൂട്ടിയെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചൊന്ന് എടുത്താലും മതിയാവും. ഇതുപോലെയൊക്കെ റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്തിന് നമ്മൾ നല്ല പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് പഴത്തിന് നല്ല മധുരം ഉണ്ടാവുമല്ലോ, ആ മധുരം നമ്മളിടുന്ന പഞ്ചസാരയുടെ മധുരവും കൂടെയൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റി തന്നെയാണ്. പിന്നെ കൂടാതെ നല്ല സ്വീറ്റി ആണല്ലോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലേക്കൊന്ന് കൈകൊണ്ട് തന്നെയോ കയ്യിൽ ഇച്ചിരി എണ്ണയൊന്ന് പുരട്ടിയിട്ട് കൈകൊണ്ട് തന്നെയോ ഇനിയിപ്പം എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനിയിപ്പോൾ ബോളാക്കിയോ റൗണ്ടാക്കിയോ ഷേപ്പാക്കിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ തന്നെയാണ് ആക്കി കൊടുക്കുന്നത്.
അങ്ങനെ ഞാനിവിടെ എല്ലാം അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മുട്ട മിക്സ് ഉണ്ടാക്കിയെടുക്കാം. ഈ സമയം മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് മൈദ ഒരു 2 സ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും മുക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മുട്ടയാണ് എടുക്കുന്നത്. മുട്ടയൊന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി തന്നെ കൊടുക്കാം കേട്ടോ. മുട്ട മിക്സിലേക്ക് ഒന്ന് മുക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ബ്രെഡ് ക്രംസിലേക്കും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവേ. ഇതൊക്കെ ഈ മെത്തേഡൊക്കെ തന്നെ നമ്മൾ സാധാ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ചെയ്യുന്ന രീതിയാണല്ലോ, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം കൂടെ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് പാനൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണയോ ഇനിയിപ്പം നെയ്യിലാണെങ്കിൽ നെയ്യിൽ, വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലോ എന്ത് ഓയിലോ ആയിക്കോട്ടെ അതിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ആട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. നെയ്യോ ഓയിലോ ഒക്കെ അവനവൻ്റെ ഇഷ്ടം ആട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഓരോന്ന് എണ്ണയൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവേ. പെട്ടെന്ന് പിന്നെ പറയാനുള്ളത്, നമ്മുടെ ബ്രെഡ് ക്രംസ് ഒക്കെ അല്ലേ, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തേക്കണം കേട്ടോ സ്റ്റൗവ്. അങ്ങനെ സ്റ്റൗ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട് നമ്മളെ. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാം ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റിയേക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ആരും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ. ഇതുപോലെ പഴമൊക്കെ പഴുത്ത് പോയിട്ട് ബാക്കി വരുന്ന സമയത്തിന് ഇതുപോലത്തെ റെസിപ്പിയൊക്കെ ചെയ്ത് മക്കൾക്ക് വീട്ടിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബനാന കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാവേ. താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്.